വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങളൊരു പുതിയ കാര്യം പരിചയപ്പെടുത്താനായിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയതൊന്നും ആയിരിക്കുകയല്ല കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും കൈകളിൽ ചിലപ്പോൾ കാണുമായിരിക്കും, പക്ഷെ ഇങ്ങനത്തെ സാധനം കാണുമോ എന്നുള്ളൊരു സംശയമാണ്. അതുകൊണ്ട് ഇനി കണ്ടിട്ടില്ലാത്തവർക്ക് കാണിച്ചു തരാനായിട്ടും ഒരു രസമാണല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ പരിചയപ്പെടുത്താം. ഞാൻ ഇന്ന് കാണിക്കുന്നത് ഈ ബുക്സ് ആണ്. ഇതിപ്പോ നിങ്ങൾ ഓർക്കുന്നത് എന്തിനാ ഇപ്പൊ കാണിക്കണേ, അതിന്റെ ആവശ്യമുണ്ടോ, ഇത് സാധാരണ ബുക്കല്ലേ അങ്ങനെയൊക്കെ തോന്നുന്നതാണ് കേട്ടോ. പക്ഷെ ഇതിലൊക്കെ ചിലതൊക്കെ നല്ല സ്പെഷ്യാലിറ്റി ഉള്ള ബുക്കുകളുണ്ട്. ചിലത് എന്താ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് കാണുമായിരിക്കും, കണ്ടിട്ടുള്ളത് കാണുമായിരിക്കും. ഇനി ഇതെല്ലാം പരിചയപ്പെടുത്താന്നുള്ളതാണല്ലോ എന്റെ കടമ. അപ്പൊ ഇത് കാണിക്കുക കേട്ടോ. ഇനി ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ഇതാണ്. ഇപ്പൊ ഇതിന്റെ സൈഡിലൊക്കെ നിങ്ങൾ നോക്കിയാൽ അറിയാം എന്താ, സൈഡെല്ലാം വർക്ക്സ് ഉണ്ട്. ഇതൊരു നോട്ട് എഴുതുന്ന ഇങ്ങനെ കീറി എടുക്കാൻ പറ്റുന്ന നോട്ട് പാഡ് പോലത്തെയാണ് കേട്ടോ. ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുവോ നോട്ട്സ് എഴുതുവോ എന്ത് വേണേൽ ചെയ്യാം. ഇത് ഇച്ചിരി ഒരു ഫാൻസി ലുക്ക് ഉള്ളതാണ് കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതാണ്. ഇത് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഇത് ചിലരുടെ കൈകളിൽ കാണുമായിരിക്കും, പക്ഷേ ഇത് പലരും പുതുതായിട്ട് കാണുന്നതായിരിക്കും. ഇതൊരു വിന്റേജ് ഡയറി എന്നൊക്കെ പറയുന്നത്, അല്ലെ വിന്റേജ് ബുക്ക്, ജേർണലിങ്ങിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അങ്ങനത്തെയാണ്. ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ, ഇങ്ങനെ ഒരു ലോക്ക് പോലത്തെ സംവിധാനമുണ്ട്. അങ്ങനെയാണ് ഇത് ലോക്ക് ചെയ്ത് വെക്കുന്നത്. നിങ്ങൾ കണ്ടോ ലോക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിങ്ങനെ ലോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അയ്യോ, ഇതിന്റെ പേജിന്റെ കളേഴ്സ് ആട്ടോ നല്ല രസം. ഇത് ഡൈ ചെയ്തെടുത്തേക്കുന്ന ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതിന്റെ ഡൈ ചെയ്ത പേപ്പേഴ്സ് ആണ് ഇതിൻ്റെ ഉള്ളിലുള്ള. ഇതിന്റെ കളേഴ്സ് ഉണ്ട്, ഇതിന്റെ പേജ് ഒക്കെ കണ്ടോ, പുറം പേജ് ഇങ്ങനെയാണ്. ഇത് ബൈൻഡ് ചെയ്ത് എടുത്തേക്കുന്നതാണ്. അങ്ങനെ ഇനി അടുത്തതും അതുപോലെ തന്നെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതാണ്. ചിലരൊക്കെ കണ്ടിട്ട് കാണും, എന്നാൽ പലർക്കും ഇത് പുതിയ കാര്യമായിരിക്കും. അപ്പോൾ ഇത് നോക്കി, ഇതിങ്ങനെ നേരത്തെ ഞാൻ ലോക്ക് സെറ്റപ്പ് കാണിച്ചത്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ടൈ ചെയ്ത് വെക്കുന്നതാണ്. ഇതിങ്ങനെ ഒരു വള്ളിയുണ്ട്, ഇതിങ്ങനെ ടൈ ചെയ്ത് വെക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ അകത്ത് വൈറ്റ് കളർ പേപ്പേഴ്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ജേർണലിങ്ങിന് ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നോട്ട് ചെയ്യുമോ എന്തുവേണം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഞാനിതൊക്കെ ഒരു ഭംഗിക്ക് കളക്ട് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതുവരെ ഇതിന് മുമ്പ് കാണിച്ചതും അതെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇനി ഇത് സാധാരണ ഒരു നോട്ടായിരുന്നു, പക്ഷെ ഞാൻ അതിന് എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പുറം ഞാൻ ഡിസൈൻ ചെയ്ത്, ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. ഡിസൈൻ ചെയ്ത് എൻ്റെ പേരിൻ്റെ ആദ്യത്തെ ലെറ്റേഴ്സ് ഒക്കെ കൊടുത്ത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ നോട്ട് എന്നുള്ള രീതിക്ക് കസ്റ്റമൈസ് ചെയ്തെടുത്തേക്കുവാണ്. ഇതിന്റെ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ എന്താണ്, വൈറ്റ് പേപ്പേഴ്സ് ആണ് ഇതിൻ്റെ ഉള്ളത്. ഇച്ചിരിയും കൂടെ വീതിയും സൈസും ഒക്കെ ഉള്ള ബുക്കാണ് കേട്ടോ. ഇനി അടുത്തത് ഈ ടൈപ്പാണ്. ഈ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ഒരു മാഗ്നറ്റിക് സംഭവം വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം, ഇത് അവിടെ ഇരുന്നോളൂ. അപ്പോൾ ഇതിന്റെ പേജസും ഡിഫറെൻ്റ് ഒന്നും അല്ല, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇതിന്റെ പുറം കണ്ടോ നല്ല ഡിസൈനും ഒരു ഗ്ലോസി ഫിനിഷ് ഒക്കെ ഉള്ളതാണ്. ഇടയ്ക്കൂടെ ഗ്ലോസി ഫിനിഷ് ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിന്റെ അകത്തും ഇതുപോലെ എന്താണ് റൂൾഡ് ആയിട്ടുള്ള ബുക്കാണ് ഇത്. പിന്നെ ഉള്ളത് ഇതിങ്ങനെ ബെൽറ്റ് ചെയ്യാൻ പറ്റുന്ന ബുക്കാണ്. ബെൽറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ യൂണിക്കോണിന്റെ പിക്ചേഴ്സ് ഒക്കെ ആയിട്ട് ഇതിലൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കുറിച്ച് വെക്കുന്നതാണ് കേട്ടോ. യൂണിക്കോണിന്റെ പിക്ചേഴ്സ് ഒക്കെ ആയിട്ട് നോർമൽ പേജസ് വരുന്ന ഒരു ബുക്കാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് ബെൽറ്റ് ചെയ്തിടാൻ പറ്റും. പിന്നെയുള്ളത് നിങ്ങൾ കണ്ടിട്ട് കാണുമോ എന്ന് എനിക്കറിയത്തില്ല, ഒരു പുതുമയുള്ളൊരു സാധനമാണ്. ചിലരൊക്കെ കണ്ടിട്ടാണ്, പക്ഷെ നോക്കാം നമുക്ക് ഇതെന്താ. ഇതൊരു ബ്ലാക്ക് കളർ ബുക്കാണ് കേട്ടോ. ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ പോലെ തന്നെ ഇങ്ങനെ നമുക്ക് ടൈ അല്ല ഇങ്ങനെ ബെൽറ്റ് ചെയ്തിടാവുന്നതാണ്. ഇതിങ്ങനെ ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ പേജസും ബ്ലാക്ക് കളേഴ്സാണ്. ഇതും എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് എൻ്റെ ഒരു ഫ്രണ്ട്. അപ്പോൾ ഇതിന്റെ എല്ലാ പേജസും ബ്ലാക്ക് കളറാണ്. ഇതിൽ വൈറ്റ് പെൻ ഉപയോഗിച്ചാണ് ഇതിൽ എന്തെങ്കിലും നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ എഴുതുന്നത്. കൂടുതലായിട്ടും ഫോട്ടോഗ്രാഫ്സ് ഒക്കെ, ചെറിയ മിനി പോളറോയിഡ്സ് ഉണ്ടല്ലോ ഫോട്ടോസ്, അതൊക്കെ ഒട്ടിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ എഴുതുന്നവരൊക്കെയാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുക. അപ്പോൾ ഞാനിത് ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നതാണ് ബുക്സ് കിട്ടുന്നത് കേട്ടോ. അടുത്തതിന് പുറം പേജിന് വലിയ ഇതൊന്നുമില്ല, പക്ഷെ ഇതിൻ്റെ ഉള്ളിലത്തെ പേജസ് നോക്കി. ഇതും എനിക്ക് അതേ ഫ്രണ്ടിന് ഗിഫ്റ്റ് തന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് പല ഡിസൈൻസ് ഉള്ള പേപ്പേഴ്സ് ഉണ്ട് കേട്ടോ. ഇനിയുള്ളത് ഒരു സാധാ നോട്ടാണ്. പക്ഷെ ഇങ്ങനെയുള്ള നോട്ടിനെ നമുക്ക് ഭംഗിയാക്കാൻ പറ്റും. ഇപ്പം ഇതെല്ലാം മേടിച്ചിരിക്കുന്നതാണ്, പക്ഷെ ഇതൊരു സാധാരണ ഡയറി ഞാൻ മേടിച്ച് വെച്ചിട്ട് എന്ത് ചെയ്തേക്കാണ്, ഇതിൽ ഞാൻ കസ്റ്റമൈസ് ചെയ്തേക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അകത്തോട്ട് വരുവാണെങ്കിൽ ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഡെയിലി എന്തെങ്കിലുമൊക്കെ എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ എഴുതുവോ അങ്ങനെ ഒട്ടിക്കുകയൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബുക്കിനാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ പലതരം ബുക്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ആരുടെയൊക്കെ കയ്യിൽ എന്തൊക്കെ തരം ബുക്കുകളുണ്ട് എന്നുള്ളത് പറയണം കേട്ടോ. ഇങ്ങനത്തെയൊക്കെ വട്ട് എനിക്ക് മാത്രമേ ഉള്ളൂ, അത് നിങ്ങളിൽ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളതും അറിയാലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു കമൻറ്റ് ചെയ്യുക. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണം എന്നുള്ളവരും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്